ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കുന്ന വൈകുന്നേരം ഒരു 4 മണി പലഹാരമാണ്. വളരെ പെട്ടെന്ന് നമ്മളെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡും മുട്ടയും കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ബ്രെഡ് എടുത്തിട്ടുണ്ട്, മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ബ്രെഡിൻ്റെ സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്നും കട്ട് ചെയ്തിട്ടില്ല, എന്നാലും നമ്മുടെ ആ കളറൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കളർ കൊണ്ട് നമുക്കിത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് മുട്ട ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ആ മുട്ട നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തത് അറിയാം. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സവോള കട്ട് ചെയ്താണ് കേട്ടോ. അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്യാം. എന്നാൽ പെട്ടെന്ന് ഒരു ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഞാൻ ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണും ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മസാല മണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഉള്ളിക്കൊരു മയം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉള്ളി ഒന്ന് വേവും വേണം. ഇതിപ്പോൾ ഒരു ഡ്രൈ ആയി കിടക്കുമ്പോൾ നമുക്കത് മസാല ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇനി നമുക്ക് നേരത്തെ അതിലോട്ട് കട്ട് ചെയ്തെടുക്കാം. മുട്ട നമുക്ക് ആഡ് ചെയ്യാം. ഇനി എല്ലാം പാടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ മസാല ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മളൊരു ബ്രെഡ് എടുത്ത് നമ്മൾ ഈ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാം. എൻ്റെ ആവശ്യത്തിലത്തെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയാണ്. മാക്സിമം പിഴിഞ്ഞ് കളയാൻ ശ്രമിക്കുക. ഇനി അതിലോട്ട് നമുക്ക് മസാല ആഡ് ചെയ്യാം. നമ്മൾ വളരെ കുറച്ച് തന്നെ, ഒരു ബ്രെഡിൽ എത്ര മസാല ഇടാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാലോ. ആ രീതിയിൽ നമ്മൾ മസാല ഇടുക. ഇനി ഇതൊന്ന് ബോൾ ചെയ്യുക. ഇതിൽ ഷേപ്പ് ആവണമെന്നൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ ഇനി ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് എടുക്കുമ്പോൾ നമുക്കിത് ഷേപ്പായി വന്നോളും. ഒരു ഏകദേശ രീതിയിലൊക്കെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലിട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ചെറിയ ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. കുണ്ടുള്ള ചട്ടിയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എണ്ണ വളരെ കുറച്ച് മതി. നമ്മൾ പരന്ന ചട്ടിയാകുമ്പോൾ ഒരുപാട് എണ്ണ വേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുണ്ടുള്ള ചട്ടി തന്നെ എടുക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇട്ടത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വെക്കാൻ കേട്ടോ. ഓവർ ഹീറ്റ് ആകാൻ പാടില്ല. ഇതുപോലത്തെ ഒരു ബ്രെഡ് ആകുമ്പോൾ തന്നെ ചൂട് അധികമായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് വേവാനൊന്നുമില്ല. ഈ ഒരു കളറിലായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സൂപ്പർ ടേസ്റ്റിയായ 4 മണി പലഹാരം വളരെ ഈസി ആയിട്ട് ഒരു 15-20 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് താഴെപ്പെട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വരുന്നൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ,
ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.